ഇപ്പോ ഇവിടെ ആരിഫ് സാർ സൂചിപ്പിച്ചു, എന്താണ് ഈ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾക്കുണ്ടായ പ്രശ്നം? ഇവിടുത്തെ മതേതരത്വം തകർന്നു എന്ന് പറയുന്നു. എന്ത് മതേതരത്വമാണ് ഇവിടെ തകർന്നത്? ഇവരാരോടെങ്കിലും ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്. ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകാറ്, അത് കൃത്യമായി പോകും. ഇപ്പൊ കൂടുതലും മുനമ്പം പള്ളിയിലാന്നുള്ളൂ. അപ്പോ ആ ഞായറാഴ്ച പള്ളിയിൽ പോകണ്ട എന്ന് എന്നോട് പറയുന്നിടം വരെ എന്റെ മതവിധാനം ബന്ധപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് 5 നേരം നിസ്കരിക്കുന്ന ഒരു ഇസ്ലാം സഹോദരനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു BJP-കാരനും നരേന്ദ്രമോദിയുടെ ഒരു ചാരനും നിങ്ങളോട് പള്ളിയിൽ പോകണ്ട എന്ന് പറയാത്തിടത്തോളം കാലം എന്തിനാണ് ഈ രാജ്യത്ത് ഈ വർഗീയത പറയുന്നത്? മതേതരത്വം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ മേലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളം. കപട മതേതരത്വത്തിന്റെ മുഖമായി മാറിയിരിക്കുന്നു കേരളം. ഇപ്പൊ എന്താ പ്രശ്നം? 19% ഉണ്ടായിരുന്ന ഇസ്ലാം സഹോദരി 29% വളർന്നു. അതാണ് ഇവിടുത്തെ യുവമാരുടെ എല്ലാം പ്രശ്നം. ആ 29% വോട്ട് കിട്ടിയാൽ ഭരണത്തിൽ വരാം. അപ്പൊ BJP-ക്ക് എന്താണെങ്കിലും ആ വോട്ട് കിട്ടില്ല. മുസ്ലിം വിരുദ്ധരാണല്ലോ, നമ്മൾ ജന്മനാ മുസ്ലിം വിരുദ്ധരാണല്ലോ. ആ വോട്ട് കിട്ടില്ല. പിന്നെ ആ വോട്ട് ആർക്ക് കിട്ടും? പിണറായി 2016 ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2016 SDP-യുടെ പിന്തുണ മേടിച്ച ആളാണ് എൻ്റെ പിതാവ് CPC ജോർജ്. ഇമാര് മേടിച്ചോണ്ട് ഒളിച്ചല്ല, പരസ്യമായിട്ട് SDP-യുടെ പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി നിന്ന് പോസ്റ്റർ അടിച്ചാണ് നടത്തിയത്. 2 കൊല്ലം കൂടെ കിടന്നപ്പോഴാണ് സ്വഭാവം മനസ്സിലായത്. ആ സ്വഭാവം മനസ്സിലായി തിരുത്തി പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത് ഒരുമിച്ച്. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2016 PC ജോർജിന് പിന്തുണ, ബാക്കി 139 മണ്ഡലങ്ങളിൽ LDF-ന് പിന്തുണ. ഞാൻ അവരുടെ സംസ്ഥാന സമിതി പോയിരുന്നതാണ്. ഞാൻ കേട്ടതാണ്, എന്റെ കണ്ണുകൊണ്ട് എന്റെ ചെവി കൊണ്ട് കേട്ടോ. 139 പിന്തുണ. അങ്ങനെ പിണറായി ആയിട്ടുള്ള സഖ്യം നല്ല രീതിയിൽ തുടർന്നു പോന്നു. 2019-20 കാലഘട്ടമായപ്പോ പെണ്ണിനെയും കൂടെ അങ്ങ് കെട്ടിച്ചു കൊടുത്തു. അതോടെ ആ ബന്ധം ദൃഢമായി. അല്ല, അതൊരു വലിയ ഘടകമായിരുന്നു. ആ കെട്ടീരനാണ് രണ്ടാമത് വീണ്ടും ഭരണം വന്നത്. കിറ്റൽ മാത്രമാണെന്ന് വിചാരിക്കരുത്, കിറ്റ് ഒരു കാരണമാണ്. പക്ഷെ ആ കെട്ടീരിന്റെ ബലം ഒത്തിരി വലുതായിരുന്നു. ആ കെട്ടീരും കൂടെ കഴിഞ്ഞപ്പോ 2021 അധികാരത്തിൽ വന്നു. പിന്നീട് മനസ്സിലായി പിണറായി ഇപ്പോ ശക്തനല്ല, ഇനിയൊരു സർക്കാരിനും കൂടെ പിണറായിക്ക് നയിക്കാൻ കഴിയില്ല. അപ്പോ ഇതെന്ത് ചെയ്തു? ഈ പൊളിറ്റിക്കൽ ഇസ്ലാം, ഇതിനെ SDP എന്ന് മാത്രം നമുക്ക് പറഞ്ഞാൽ പോരാ. ഇതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, ഇതിനകത്ത് മുസ്ലിം ലീഗ് ഉണ്ട്, ഇതിനകത്ത് കോൺഗ്രസ് ഉണ്ട്, ഇതിനകത്ത് CPM ഉണ്ട്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനത്തിന് പാർട്ടിയൊന്നുമില്ല. അത് ഇസ്ലാമിക് ഐഡിയോളജിക്ക് വേണ്ടി, ഇസ്ലാമിക് ബ്രദർഹുഡിന് വേണ്ടി നിലനിൽക്കുന്ന ഈ രാജ്യത്തെ അപ്പാടെ അവർ പ്രഖ്യാപിച്ചല്ലോ, 2047 ഈ രാജ്യം പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ആ മുദ്രാവാക്യത്തിന് വേണ്ടി ഇവർ ഒന്നായി നിൽക്കുന്നു. ഇവർക്ക് മനസ്സിലായി ഇനി നമുക്ക് ലാഭകരം UDF ആണ്. അപ്പൊ UDF-ലെ പ്രമുഖ കക്ഷിയാണ് ഏതാണ്? മുസ്ലിം ലീഗാണ്. അപ്പൊ ആ മുസ്ലിം ലീഗിനെ ആദ്യം ഹൈജാക്ക് ചെയ്യണം. ആ മുസ്ലിം ലീഗിലെ ഹൈജാക്ക് ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഞാൻ താഴെ എന്ന് പറഞ്ഞ ഇപ്പൊ മുസ്ലിം ലീഗ് ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എന്താണ്? മുനമ്പം എന്ത് പ്രശ്നമുണ്ടായാലും മുനമ്പം വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഒരു നേതാവല്ല പ്രഖ്യാപിച്ചത്, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ VD സതീശന്റെ വാക്കിനെ പോലും അതിക്രമിച്ചുകൊണ്ട് അത് VD സതീശന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറയണമെങ്കിൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പരസ്യ പ്രഖ്യാപനത്തിന്റെ തുടക്കമാണ്. ഇന്ന് അത് സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെ പോറ്റിയ PC ജോർജ്, എൻ്റെ അപ്പൻ, അനുഭവിച്ചു. സത്യം അനുഭവിച്ചു, അങ്ങനെ തന്നെ പറയട്ടെ, അനുഭവിച്ചു. എന്താ? 2021 അവർ തന്നെ തിരിഞ്ഞു കുത്തി തള്ളി പറഞ്ഞപ്പോൾ. 2021 പിണറായി ഇതിനെ പോറ്റി. പിണറായി ഈ കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ കൃത്യമായി അനുഭവിച്ചു, ഇനി അനുഭവിക്കാനിരിക്കുന്നു. ഇന്ന് ഇതിനെ പോറ്റുന്ന കോൺഗ്രസ്, ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുന്നു, 3 കൊല്ലത്തിനകം, അതായത് 72 എന്ന നമ്പറിലേക്ക് എന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ എത്താൻ കഴിയുന്നു, അതിന് പാർട്ടി ഭേദമില്ല എന്ന് എത്താൻ കഴിയുന്ന അന്ന് കോൺഗ്രസും അനുഭവിക്കും. ഇത് വലിയൊരു മൂവ്മെന്റ് ആണ്.